രുചി കായം. ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. ആയിക്കോട്ടെ. പിന്നെ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ എനിക്കിനി ഒന്നും ചെയ്യാനില്ല. കേശുവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും അവളുടെ കാര്യത്തിൽ അവളുടെ ഡാഡി ഉടനെ ഒരു തീരുമാനം എടുക്കും. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല ആന്റി, അങ്കളെങ്ങാനും പെട്ടെന്ന് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാല് മെർലിൻ എങ്ങാനും ഇവന്റെ അടുത്തോട്ട് വന്നാ ഞങ്ങൾ എന്ത് ചെയ്യണം? എടാ, അഥവാ അങ്ങനെ വന്നാ നീ എന്ത് ചെയ്യും? വന്നാ ഇപ്പം നമ്മള് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ല. എന്തിനല്ലേ അപ്പൂപ്പ? മെർലിന്റെ അമ്മ മെറിന്റെ മകള് അങ്ങനെ കൊച്ചിറങ്ങി വരികയാണെങ്കിൽ നമ്മൾ 2 കൈ നീട്ടി അങ്ങനെ ഇറങ്ങി വരുമ്പോ സ്വീകരിച്ചാലേ ആ വിൻസെന്റ് തോമസ് വന്ന് നിന്റെ 2 കൈയും വെട്ടിക്കളയും. അവൻ ഞൊട്ടും. അപ്പൂപ്പ, ഈ ഞൊട്ടും എന്ന് പറഞ്ഞ ആള് അത് ആന്റിയുടെ ഹസ്ബൻഡ് ആണ്. അറിയാടേ, ഈ ബാർലിയുടെ അമ്മയുടെ ഹസ്ബൻഡ് അല്ലേ? பார்லியோட அம்மா இல்ல, மெர்லினோட அம்மா. അത് തന്നെ അത് തന്നെ. மேரி சேச்சி, இனியும் நீங்க இங்க வரணும். ഇനി വരുമ്പോൾ മെർലിനെയും കൂട്ടിയിട്ട് വാങ്ങ. ഇനി അതൊക്കെ നടക്കുന്ന ദൈവത്തിന് മാത്രം അറിയാം. അത് തന്നെ ആന്റി, ഇനി എല്ലാം ദൈവം നിശ്ചയം പോലെ നടക്കും. അല്ല ആന്റി, ഞാൻ ഈ പ്രായത്തിന്റെ കാര്യമൊന്നും വലുതായിട്ട് നോക്കണില്ല. വേറെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാറുണ്ടല്ലോ. നോക്കണം. നിന്റെ തന്നിഷ്ടപ്രകാരം ഒന്നും നടക്കത്തില്ല. നിന്റെ താഴെ 2 പെൺകുട്ടികളാ, അതും കൂടെ നീ ഓർക്കണം. അമ്മൂമ്മ, ഞങ്ങളുടെ കാര്യം ഓർത്ത് അമ്മൂമ്മ വിഷമിക്കണ്ട. ഞങ്ങൾക്കൊരു പ്രായം എത്തുമ്പോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്തോന്നാ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാമെന്നോ? അമ്മ അവളുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. എനിക്കതിൽ ഒരു ബന്ധമില്ല കേട്ടോ. ആന്റി, ഇനിയുടെ കാര്യം പറഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ വീട്ടിൽ നമ്മുടെ വിൻസെന്റ് തോമസ് അങ്കിൾ എത്തും. പിന്നെ അറിയാല്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ കള്ളം പറഞ്ഞിരിക്കാൻ പോലും ആന്റിക്ക് അറിഞ്ഞൂടാ. നിക്കാൻ വേണ്ടിയൊക്കെ ഒരു ചെറിയ കള്ളമൊക്കെ പറയുന്നുണ്ട്, ദോഷമൊന്നുമില്ല. ஐயோ அம்மா, அப்படி சொல்லக்கூடாது. கள்ளம் எல்லாம் சொல்லக்கூடாது. சத்தியம் மட்டும்தான் எப்பவுமே சொல்லணும். അത് പൊളിക്കും. ആന്റി ഒരു കാര്യം ചെയ്യും, സത്യമായിട്ട് ചെന്നങ്ങ് പറ. അങ്ങളോട് പറ, ഇവിടെ ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്. സൂപ്പർ ആയിരിക്കും. പിന്നെ അയ്യോ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ആന്റി പിന്നെ ആന്റി അവിടെ വീട്ടിൽ ചെല്ലുമ്പോഴേ അങ്കിള് ടക്കനെ ചാടിക്കേറി എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ ടക്കനെ ബ്ലോക്ക് ചെയ്തേക്കണം. അതിന്റെ പരിധിയൊക്കെ കഴിഞ്ഞു മോനെ. മെർലിനെ ഇപ്പൊ എവിടെയെങ്കിലും പിടിച്ച് ഏൽപ്പിക്കണം. കേശുവിന് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കാരനറിയാം. ആന്റി ടെൻഷൻ അടിക്കൊന്നും വേണ്ട ആന്റി. ആന്റി സമാധാനമായിട്ട് പോയിട്ടോ. എനിക്ക് ടെൻഷനൊന്നുമില്ല മോളെ. എന്നാ പിന്നെ കേശു, ഞാൻ ഇറങ്ങട്ടെ. ശരി ആന്റി. അമ്മൂമ്മ വിൻസെന്റ് തോമസ്. കൊച്ചേ, ബോധമില്ലാതെ നടക്കുന്ന ആളിനെ എന്തോ വിളിച്ചാലെന്താ? എഴുന്നേറ്റാ പോരെ? എന്തെങ്കിലും ഒന്ന് ചെയ്യണോ? ഇച്ചായ, മേരി ആരാ? ഞാനാ മേരി. ആരാ മേരി? ഞാനാ. അതല്ല, ആരാണ്? ആന്റി, എനിക്ക് തോന്നണതേ മേരി ആരാ എന്നല്ല ചോദിക്കണത്, മേരി ഞങ്ങൾ ആരാ എന്നാണ് ചോദിക്കണേന്നാണ്. അങ്ങനെയാണോ? ആരാ? ഞങ്ങളാ.
മേരി ആരാന്ന്? ഓ ഇത് പോയത് തന്നെ. പോയടേ. രക്ഷോട്ട് ഞാങ്ങിപ്പോടാ. ഡേ നിങ്ങളൊന്ന് എഴുന്നേറ്റേ. മോനെ കേശു ഒന്ന് പിടിക്കേ. ഇപ്പൊ ബോധം വരുമ്പോ പിന്നെ എന്നോട് ദേഷ്യപ്പെടൂ? അതൊന്നുമില്ല, നീ പിടിക്കേ. പിന്നെപ്പാ തോമസേ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എന്താ ഇവിടെ? ആ അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ അല്ല, നീ എന്താ ഇവിടെ? നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? അല്ല, ഞാൻ നിന്നെ കാക്കനാട് ഇറക്കി വിട്ടതല്ലേ, പിന്നെ നീ എന്തിനാ എവിടേക്ക് വന്നത്? അത് ഞാൻ ചുമ്മാ വന്നതാ. എന്തിനു ചുമ്മാ വന്നു പറ. നീയും കൊച്ചു ഇവിടെ വരുന്നത് എനിക്കിഷ്ടല്ല, അന്ന് എനിക്കറിയുന്നതല്ലേ. ഇവ എന്തൊരു വർത്താനായിരുന്നു പറയണത്? കണ്ട ലോക്കൽസിന്റെ സംസാരം. അയ്യോ, അതെ, ആരെങ്കിലും എനിക്ക് കുറച്ച് വെള്ളം തരും. ഇനി അതിനെന്തെങ്കിലും ചെയ്യണേ. എന്ത് വരുന്നില്ലേ? ഞാൻ അങ്ങോട്ടൊന്നും ശരിയാവൂല. ഇവന്റെ സംസാരം എനിക്ക് പിടിക്കൂല. പോട്ടപ്പ ക്ഷമിക്ക്. ക്ഷമിക്കാം. രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ ഇവനെ ഞാൻ വരച്ച വരയെടുത്തേ. പൊന്നപ്പ ചതിക്കല്ലേ. തൽക്കാലം അകത്ത് വന്നിട്ട് ഒന്നും മിണ്ടാണ്ട് നിക്കണേ. ബാ ബാ, ഒരു അക്ഷരം മിണ്ടരുത്. നടന്നോ. ഇനി തണ്ണി വേണമോ? നിങ്ങളെല്ലാരും കൂടി എന്നെ വെള്ളം കുടിപ്പിക്കുകയാണല്ലേ? ഞങ്ങളെ വെള്ളവുമായിട്ട് കുടിച്ചിട്ട് ഞങ്ങളെ കുറ്റം പറയണാടാ. കുറ്റം പറയടോ താൻ. നിങ്ങള് എന്റെ കുടുംബത്തെ തട്ടിയെടുക്കാൻ നോക്കല്ലേ. ആദ്യം എന്റെ മോളെ, ഇപ്പൊ എന്റെ ഭാര്യ. ആന്റിയെ കൊണ്ടുപോകാൻ നോക്കുക, അല്ലെങ്കിൽ ഇവിടെ വെച്ചളാവുകയോ വേണ്ട. അപ്പൂപ്പ ഇച്ചായ വാ നമുക്ക് പോവാം. ഞാൻ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. മെർലിന്റെ കല്യാണക്കാര്യം നിങ്ങൾ തിരക്കിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരോട്. അതെ, നീ ഒന്നും പറയണ്ട. എനിക്കറിയേണ്ടത് നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നേന്നുള്ളതാണ്. എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ട് നിങ്ങളേല്. ഈ എന്ത് ഒളിച്ചുകളെ ഉണ്ടെന്നേ പറയുന്നേ? ഞങ്ങളെ കുറെ നേരമായിട്ട് ഞങ്ങൾ നമ്മുടെ ഫുൾ കുടുംബത്തിനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുവാണ്. ഞങ്ങൾ അത്ര മോശക്കാരൊന്നും അല്ല. അല്ല, നിങ്ങൾ മോശക്കാരല്ല, അതെനിക്കറിയാം. ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞു നിങ്ങൾ ആളുകളെ വശത്താക്കാൻ മിടുക്കരാണ്. അതെ, അതെന്റെ കുടുംബത്തോട് വേണ്ട കേട്ടാ. ஓ சார், என்ன சார் இது? கொஞ்சம் யோசிச்சு பேசுங்க சார். சார், நம்ம கேசு இருக்காங்க, ரொம்ப நல்ல பையன் சார். 4 வருஷம் முடிச்சுனா அவன் பெரிய கர்ஷகனா மாறிடுவான். உங்களுக்கு பிளான்டேஷன் எல்லாம் இருக்குதானே சொன்னீங்க. அவ அதெல்லாம் நல்லா பாத்துப்பான் சார். இந்த வீடு இருக்குல்ல, அது அவனுக்கு சொந்தம் சார். கொஞ்சம் யோசிங்க சார். அவனுக்கும் மர்லினுக்கும் உள்ள பந்தம் ரொம்ப நல்லா இருக்கும். கொஞ்சம் யோசிங்க சார். നിങ്ങൾ പറയുന്ന തമിഴൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായ നീ ഇപ്പൊ കാണായിരുന്നു. തമിഴ് മനസ്സിലാവില്ല. പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത്. അതെ, എനിക്കറിയേണ്ടത് ഒരു കാര്യം മാത്രം മതി. എന്റെ ഭാര്യ എന്തിനു ഇവിടെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി? നിങ്ങളുടെ ഭാര്യ ആര് ഇവിടെ ഒറ്റയ്ക്ക് വിളിച്ചിരുന്ന പറയുന്നേ? അല്ലാതെ അവൾ ഇവിടെ വരില്ല. പിന്നെ ഇച്ചായ, ഞാനിവിടെ വന്ന കാര്യം ഇച്ചായൻ എങ്ങനെ മനസ്സിലായി? അതാണ് വിൻസെന്റ് ഗോമസ്. ഞാനേ ഇവിടെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാ. ഞങ്ങൾക്ക് അതെ, നിങ്ങൾക്കറിയില്ല എന്റെ നെറ്റ്വർക്ക് എന്താണെന്നുള്ളത്. പിന്നെ നീ കാക്കനാടെന്ന് വിളിച്ചു വന്ന ടാക്സി ഉണ്ടല്ലോ, അതിന്റെ ഡ്രൈവർ എനിക്ക് അറിയുന്ന ആളാ. നീ വീട്ടിൽ വാ, കാണിച്ചു തരാം. എന്റെ സൈമൺ ബ്രിട്ടാസേ, അത് മതി. മേരി ഇവിടെ വന്നത് വേറൊന്നിനും അല്ല. മെർലിന് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്, അത് തടസ്സപ്പെടുത്തരുത്. അതൊന്നുമല്ല. അതെ, ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. മെർലിന് 1-2 നല്ല കല്യാണാലോചനകൾ വന്നിട്ടുണ്ട്. ഞാൻ അത് ഉറപ്പിക്കാൻ പോവാ. 2 കല്യാണം നീ ഉറപ്പിക്കാൻ പോണടാ. നിനക്ക് ഭ്രാന്താടാ. അതെ, ഞാനിനി ഇവിടെ നിന്നാ ശരിയാവൂല. ഞാൻ പോവാണ്. ഇറങ്ങി പോടാ. അതെ, നീ വരണമെങ്കിൽ വാ. പോടാ. ഇച്ചായ, ഞാൻ വരുന്ന. ഒരു മിനിറ്റ്. ഇതിനെ എങ്ങനെ നീ സഹിക്കുന്നത്? മാറി ഇങ്ങോട്ട്. ഇത് മര്യാദ പൊക്കോടോങ്ങ് ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ്? അറിയത്തുള്ളൂ. എന്റെ കട്ടപ്പ കണ്ടേ അടങ്ങുള്ള. ഓ, നമ്മുടെ കട്ടപ്പോ കണ്ടേ അടങ്ങത്തുള്ളൂ. കൊടു കുടിക്കട്ടെ. പോടാ. നീ
എവിടേക്കാ ഡോർ തുറക്കുന്നേ? വണ്ടി കയറേ. ആ, നീ ഈ വണ്ടിയിൽ കയറണ്ട. നീയേ വന്ന പോലെ ടാക്സിയിൽ വിളിച്ചു പോയാ മതി. എന്തോ അച്ചായി പറയുന്നേ? നീ എന്നെ വഞ്ചിച്ചു. വഞ്ചിച്ചെന്നാ? വെളിവില്ലാത്തവരൊന്നും വിളിച്ച് പറയല മനുഷ്യ. നാട്ടുകാരായിട്ട് എന്ത് വിചാരിക്കും? വഞ്ചന എന്നല്ലാതെ പിന്നെ എന്താ പറയാ? നീ ഈ വണ്ടിയിൽ വരണ്ട. ആഹാ, അങ്ങളെ എന്നെ കൊണ്ടുപോലെന്ന് പറഞ്ഞ ആന്റി ടാക്സി പിടിച്ചു പോവാ. ആന്റി ചുമ്മാ വീടിന്റെ നടക്കിടന്ന് ബഹളം വെക്കല്ലേ. ആ, ഞാൻ പോവാണെങ്കിൽ ഈ വണ്ടിയിലേ പോവും. ആ ഭാര്യമാരായിരുന്നാൽ അങ്ങനെ തന്നെ വേണം. ആന്റി ഇപ്പൊ പോണില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ചേരം വീട്ടിൽ ഇരുന്ന് നമുക്ക് എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് പിന്നെ പോവാ. എന്താ പറയണ? ஆமா அவன் சொன்ன மாதிரி சாயங்காலம் டீ எல்லாம் குடிச்சிட்டு போனா போதும். உங்களுக்கு பழம்பொரி ரொம்ப பிடிக்கும்ல? நான் சுடு சுடா வெளிச்செண்ணெயில பழம்பொரி எல்லாம் உங்களுக்கு செஞ்சு கொடுக்குறேன். ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഇരിപ്പുണ്ട് പടലത്തൂന്ന് കൊണ്ടുവന്നെ. നിനക്ക് പഴംപൊരി ഇത്ര ഇഷ്ടമാണെന്ന് ഇവർക്ക് എങ്ങനെ അറിയാം? എനിക്ക് പോലും അറിയത്തില്ലല്ലോ. ഭാര്യയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാത്തവൻ കിഴങ്ങനാണ്, കിഴങ്ങൻ. താൻ എന്നിലും ഭർത്താവിനെ ചോദ്യം ചെയ്യരുത്. കിഴങ്ങൻ. ശിവ, പാറു, മക്കളെ വാ, നമുക്ക് അകത്തേക്ക് പോവാം. എന്തായാലും വെറുതെ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കണ്ടല്ലോ. മേരി നിക്ക്, പോവാം. ആണുങ്ങളായ പറഞ്ഞ വാക്കിന് വില വേണം. കേട്ടൂല എന്ന് പറഞ്ഞ വണ്ടി കേട്ടല്ലേ? ഇത് ഒരുമാതിരി കണവാണ്. അതെ, നീ വരണ്ട, ഞാൻ പോവാ. നിങ്ങള് വയ്ക്കോ. എന്തായാലും ഞാനിവിടെ വന്നതിന് നിങ്ങൾ വെള്ളം ഉണ്ടാക്കും. അപ്പൊ പിന്നെ ഞാനിവിടുത്തെ കുറച്ച് കഴിഞ്ഞിട്ട് അതെ വരാം. അതെ, ഞാൻ നിന്റെ മോളെ വിളിക്കാൻ പോവാ. അവളാണ് ഇതിനെ എല്ലാത്തിനും കാരണം. ടീച്ചായ വെറുതെ തിരുവാങ്കുളത്ത് കിടക്കുന്ന അവളെ വിളിച്ച് വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ട. പിന്നെ അവിടെ ഉള്ളവരും കൂടെ എല്ലാം അറിയും. അതിന്റെ നാണക്കേട് നിങ്ങൾക്ക് തന്നെയാ. നിങ്ങളൊക്കെ ഞാൻ നീ ഇപ്പം ഗുളിക കഴിച്ചില്ലേ? എന്ത് ഗുളിയാ? എന്ത് ഗുളിയാ? ഓ അതാണ്. നീ ഇപ്പം ഗുളിക കഴിക്കാറില്ല അല്ലേ? ഞാൻ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യം നീ ഇവരോട് പറഞ്ഞായിരുന്നോ? ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. അങ്കിളിന്റെ പെരുമാറ്റം കണ്ടാ അറിയാം ടാബ്ലറ്റ്സ് കഴിക്കേണ്ട ആളാണ്. ഞാൻ പോവാ. വാ മക്കളെ, നമുക്ക് അകത്തേക്ക് പോവാം. വാ, നടക്ക. നല്ല തീരുമാനമാണ് ആന്റി. ആന്റി ഇപ്പൊ നമ്മുടെ കൂടെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് കേറി വന്നത് അങ്കിളിന് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടാ. മിക്കവാറും ആന്റിക്ക് ഇന്ന് നൈറ്റ് കാളരാത്രിയായിരിക്കും. മോളെ, ഈ വക കാര്യങ്ങളൊക്കെ മോളെ കുടുംബത്തിലൊന്നും സംസാരിക്കാറുണ്ട്. എന്റെ അമ്മാവാ, ഞാൻ ആരെയും ഒന്നും അറിയിക്കാത്തതാ. അങ്ങേരെ കുടുംബത്തെക്കാളും വലിയ കുടുംബം എന്റേത്. എന്റെ അപ്പനും ആങ്ങളമാരും ഒന്നും മോശക്കാരൊന്നും അല്ല. പിന്നെ കുടുംബം അല്ലേ, ആരെയും ഒന്നും അറിയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലെങ്കിൽ ആന്റി പറയണൊക്കെ ഉള്ള കാര്യം തന്നെ കറക്റ്റാണ്. പക്ഷെ ആന്റി ഇനി ഇവിടെ കുറെ നേരം നിൽക്കണമെന്ന് ഞാൻ പറയില്ല. നേരെ വീട്ടിലോട്ട് പോണായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ലത്. കാരണം പുള്ളിക്കാരൻ്റെ ദേഷ്യം കൂടി കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരൻ ടക്കനെ ഒരു തീരുമാനം എടുത്തോളെ. നാളെ തന്നെ മെറിലിനെ ആരെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിച്ച് വിട്ടോളെ. ഹാ, ഞാൻ അവളുടെ അമ്മയാ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല. എന്റെ കൂടെ മോളാ അവള്. ആന്റി ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നാ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. പാറു, അല്ലാണ്ട് ഞാൻ അറിയാത്ത നോക്കിയാണ് ശരിക്കും പുള്ളിക്കാരൻ എന്തിനാണ് നമ്മുടെ ഇത്രയും വെറുപ്പ്? നമ്മൾ എന്തിനാണ് ചെയ്തത് പുള്ളി എടുത്ത്? എടേ, ഇതൊക്കെ ഇപ്പൊ ഒന്നെന്ന് ചോദിക്കേണ്ട കാര്യം എന്താണ്? ചില മനുഷ്യർ അങ്ങനെയാണ്. എന്ത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും അവർക്ക് ബാക്കിയുള്ളവരെ പിടിക്കൂല. പിന്നെ നിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും പെട്ടെന്ന് പിടിക്കുന്ന കൂട്ടത്തിലും അല്ല. കണ്ട ചൂടാണണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് തീരെ മനോനിയന്ത്രണം ഇല്ല. ആണോ മോനെ? മോനെ, മനോനിയന്ത്രണം വേണം. അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നത് മറ്റുള്ളവരാ, പ്രത്യേകിച്ച് കൂടെ ജീവിക്കുന്ന സ്ത്രീകള്. ஐய அதெல்லாம் விடுங்க. நம்ம மேட்ரில இருந்தே வெளியில வந்துட்டோம். நம்ம உள்ள வரும்போது என்ன சொல்லிட்டு வந்தோம்? பழம்பொரி தானே சொல்லிட்டு வந்தோம். நான் சூடா பழம்பொரி போட்டு கொடுக்கறேன் தானே சொன்னேன். போட்டு കൊടുക്കട്ടാ? ഒന്ന് ചുമ്മാ ഇരു കനകം. ഓരോന്ന് ആലോചിച്ച് ആദ്യ പിടിച്ചിരിക്കുമ്പോഴാ കനകത്തിന്റെ ഒരു പഴംപൊരി. അമ്മമ്മ ഇതിനാണോ പറയുന്നേ അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായനാന്ന്? என்னம்மா ப்ளீஸ் அம்மா பழம்பொரி போட்டு கொடுக்கட்டா ப்ளீஸ்? ഒന്ന് ചുമ്മാ ഇരു കനകം. അമ്മ, കനകത്തിനൊന്നും പറയണ്ട അമ്മ. പഴംപൊരിയെങ്കിൽ പഴംപൊരി. ഇന്ന് എന്തായാലും അങ്ങേര് വീട്ടിൽ ചെല്ലുമ്പോ എന്നെ പൊരിക്കും. അപ്പൊ നമുക്കിന്ന് പഴംപൊരി ഉണ്ടാക്കി കഴിക്കാം. വാങ്ങനോ, നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം. சூடா தின்னா எண்ணெயில போட்டு பழம்பொரி. ഞാൻ പോയിന്ന് കരുതിയല്ലേ? നീ പോയില്ലേ? ആ നിക്കണതേ എന്റെ ഭാര്യ. നിന്റെ ഭാര്യ എന്ന് പറയണെങ്കിലേ
മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. മാരേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ. എങ്കിൽ നമ്മൾ വിശ്വസിക്കും. അതെ, നിങ്ങൾ ഒരുപാട് അതിര് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണോ ഞാൻ? തന്നെ സമ്മതിച്ച്. നീ വലിയ ബിസിനസ്സുകാരൻ തന്നെ. അതിന് നമ്മൾ എന്തൊരു വേണം? അങ്ങളെ പറയുന്നുണ്ടൊന്നും വിചാരിക്കരുത്. ഇച്ചിരൂടെ മാന്യമായിട്ട് പെരുമാറണം. മനുഷ്യരോട് പെരുമാറുന്ന പോലെയല്ല അങ്കിൾ ഇപ്പൊ നമ്മുടെ ഫാമിലി അടുത്ത് പെരുമാറുന്നത്. തന്നെ മകളെ തന്നെ അങ്ങനെ പറഞ്ഞോടെ. അതെ, കൊച്ചുകുട്ടികളെ എന്നെ പാഠം പഠിപ്പിക്കാൻ നിൽക്കണ്ട. ഞാനൊക്കെ ഒരുപാട് ലോകം കണ്ടവനാണോ. എന്തോന്ന് ലോകം ലോകം കണ്ടതാ നിങ്ങളാ? ഏത് ലോകം കണ്ടത്? ലോകം കണ്ടോന്ന്? ഞാൻ ലോകം എവിടെ പോയി കണ്ടത്? ലോകം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ട് പറഞ്ഞേട്ടാ ചേച്ചു ലോകം കണ്ടെന്ന്. ഏത് ലോകം? മേരി, നീ വന്നേ, നമുക്ക് പോവാം. സ്നേഹത്തോടു കൂടി വിളിക്കല്ലേ? അങ്ങോട്ട് ചെല്ലു മക്കളാ, പോ ചെല്ല്. നീ വന്നേ. ഞങ്ങളുടെ അപ്പം കടി മോളെ കനകം മോനെ. അമ്മാവ ഉയരുണ്ടെങ്കിൽ കാണാൻ പറ്റും. അമ്മാവ അങ്ങനെയൊന്നും പറയല്ലേ അമ്മാവ. ശരിക്കല്ല നിനക്ക്. എന്റെ തലവിൽ നിന്നെ വണ്ടി കയറാൻ വരട്ടെ. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. നേരത്തെ ഞാൻ വണ്ടിയിൽ കയറാൻ നിന്നപ്പോ എന്നെ ധിക്കരിച്ച് നീ എന്തിനാ വീട്ടിലേക്ക് കയറിപ്പോയത്? അത് നിങ്ങൾ എന്റെ അടുത്ത് വണ്ടി കയറണ്ടെന്ന് പറഞ്ഞോണ്ട്. ഓ, ഞാൻ പറഞ്ഞ പോലെ അങ്ങ് ചെയ്യും. ആ ചെയ്യും. മനുഷ്യനല്ലേ, ചില സമയത്ത് പ്രതികരിക്കും. ആ, നീ അങ്ങനെ കയറിപ്പോയപ്പോ ഞാനാ ഇൻസൾട്ട് ആയത്. അപ്പൊ ഞാൻ ഇൻസൾട്ട് ആയില്ലേ? നിങ്ങൾ ഒന്ന് വണ്ടി കയറി നമുക്ക് പോവാൻ നോക്കാം. ഇവിടെ നിന്ന് ബഹളം നീ വണ്ടി കയറണ്ട. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ വന്ന പോലെ ടാക്സി വിളിച്ച് പൊക്കോ. ഈ വണ്ടിയിൽ കയറാൻ പറ്റില്ല. ഈ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. നിങ്ങൾക്കിത് എന്തിന്റെ കുഴപ്പാ മനുഷ്യ? പറഞ്ഞ പോലെ നിങ്ങൾക്ക് തലയ്ക്ക് വെളിവില്ലേ? ഒല്ല പിന്നെ മനുഷ്യനെ വെറുതെ ആ വീട്ടിൽ നിന്ന് വെറുതെ ഇരുന്ന് എന്നെ വിളിച്ചിറക്കി കൊണ്ട് വന്നിട്ട് ഇപ്പൊ വണ്ടി കയറണ്ടാ? മേരി, നീ എന്നെ അറിയിക്കാതെ ഇവിടേക്ക് വന്നത് ഒരിക്കലും ശരിയായില്ല. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ട് പെർമിഷൻ ചോദിച്ചാൽ നിങ്ങൾ പെർമിഷൻ തരുമായിരുന്നോ? മനുഷ്യ പറ, തരുമായിരുന്നോ? തരില്ല. ഇല്ല. ആ പിന്നെ നിങ്ങളോട് ഞാൻ എന്ത് കാര്യത്തിനാ പെർമിഷൻ ചോദിക്കണ്ടേ? നീ എന്റെ ഭാര്യ. പറഞ്ഞത് കേൾക്കേണ്ടി വരും. സൈമണേ, എന്തിനാ ഇങ്ങനെ കടന്ന് ബഹളം വെക്കുന്നത്? നിങ്ങളെക്കാട്ടി വലിയ കുടുംബക്കാര് തന്നെ ഞങ്ങളും. എങ്ങാണ്ട് പോയി കുറച്ച് ബിസിനസ് ചെയ്ത് കുറച്ച് കാശുണ്ടാക്കിയെന്നും പറഞ്ഞോണ്ടേ ഇങ്ങനെ കടന്നങ്ങ് നെകളിക്കല്ലേ? അതെ, നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെ, നീ നടന്നോ ബസ്സിലോ എങ്ങനെയാണെങ്കിൽ വന്നോ, ഞാൻ പോവാ. എന്റെ പൊന്നങ്കൾ അങ്കിളിന് എന്തൊരാണ് എന്റെ പൊന്നങ്കളുടെ പ്രശ്നം? എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് മാന്യവും വരെ ഒരു കാര്യം പറയുക, വെറുതെ ഞങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. അങ്ങനെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല ഞങ്ങള്. ആന്റി വണ്ടി കയറാ. ആന്റി ചാക്കോ മാഷ മോളാണെങ്കിൽ നീ ഒന്ന് വണ്ടി കയറ്. നീ വണ്ടി കയറ്, കാണാം. சார் என்ன பேச்சு பேசுறீங்க சார்? பாவம் சார், இந்த மேரி சேச்சி ஏத்திட்டு போங்களே கார்ல. നിങ്ങൾ പറയണ തമിഴൊന്നും എനിക്ക് മനസ്സിലാവുന്ന ഞാൻ മുന്നേ പറഞ്ഞല്ലേ. ഇങ്ങനെ പലപ്പോഴും വാക്കുമാറ്റി സംസാരിക്കണവനെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന പേരെന്തെന്നറിയാം? ഞാൻ പറയണില്ല. ആന്റിയെ വിളിച്ചിട്ട് പോവാൻ പറ. നീ ആ കൊച്ചിനെ വിളിച്ചോണ്ട് പോകാൻ നോക്കടാ. അത് പറയാൻ താനാരാ? നീ അല്ലേ കൊച്ചിനെ വിളിച്ച് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടോ? അവളെന്റെ ഭാര്യയാണ്. അവളെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു കയറ്റും, വിളിച്ചിറക്കും, വിളിച്ചു കയറ്റും, വിളിച്ചിറക്കും. എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ആ, ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ താനാരാ? ഞാൻ ആരെന്നാ? എടാ, പല സമയത്തും പല സ്വഭാവം കാണിക്കുന്ന വരെ നമ്മുടെ നാട്ടിൽ വിളിക്കുന്ന എന്തെന്നറിയാം? കണ്ട, നീ കേട്ട അവരുടെ ലാംഗ്വേജ്? ബ്ലഡി ഇയാളെന്നെ തല്ലിയ. കോൾ ദ പോലീസ്, കോൾ ദ പോലീസ്. പോലീസിനെ വിളിടാ. പോലീസ് വരണം. പോലീസ് വന്നാലേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുള്ളൂ. അപ്പൂപ്പൻ എന്ത് പറയും? മക്കളെ, വയസ്സായ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഇവ എന്നെ തല്ലി എന്ന് പറയും. അർജുന ഞാൻ പറയും, നീ അർജില്ലടാ, നിന്നെ അർജില്ലേ?
പോലീസ് നിന്നെ ഞാൻ വെറുതെ വിടെയൊന്നുമില്ല. വരട്ട് പോലീസ്. ഞാൻ എന്ത് ചെയ്തെന്നാ? ഞാൻ എന്ത് ചെയ്യുന്ന അടുത്തതും പോരാ, എന്ത് ചെയ്യുന്ന പോലീസ്. ചായ ഇവിടുന്ന് കിട്ടാളെല്ലാം കിട്ടിയില്ലേ, ഇനി നമുക്ക് പോയാലോ? വാ വണ്ടി കയറി. കേറ്. ചില കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ ഏട്ടാ? LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.